അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ആ ജർമ്മൻകാർ എങ്ങനെയാണ് ടൈം പറയുന്നത് അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൽ വരുന്ന നമുക്കൊരു ടൈം അല്ലെങ്കിൽ ക്ലോക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ വൊക്കാബുലറീസ് വാക്കുകൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ദി ഉവർ അല്ലെങ്കിൽ ഉവറൻ, ദി ഉവറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോക്കാണ്. ദി ഉവറൻ എന്നുള്ളത് പ്ലൂരലാണ്, മറ്റത് സിംഗുലറും. ദി സൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. ദി വോഹെ എന്ന് പറഞ്ഞാൽ വീക്കാണ്. ദി വോഹൻ എന്ന് പറഞ്ഞാൽ വീക്സ്. വോഹൻ എൻഡേ എന്ന് പറഞ്ഞാൽ വീക്കെൻഡ് ആണ്. ഓക്കെ, നമ്മൾ വീക്കെൻഡിന് പറയും, സാറ്റർഡേ സൺഡേ എന്നൊക്കെ നമ്മൾ വീക്കെൻഡ് എന്ന് പറയില്ല. അതേപോലെ വോഹൻ എൻഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കെൻഡ് ആണ്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ. ഐനെ വോഹെ ഹാറ്റ് സീബൻ ടാഗെ. ഐനെ വോഹെ ഹാറ്റ് സീബൻ ടാഗെ എന്ന് പറഞ്ഞാൽ ഒരു ആഴ്ചയിൽ 7 ദിവസമുണ്ട്. അപ്പോൾ ടാഗെ എന്ന് പറഞ്ഞാൽ ദിവസമാണ്, വോഹെ വീക്കാണ്, നമ്മൾ കണ്ടു. ദി സ്റ്റുണ്ടെ എന്ന് പറഞ്ഞാൽ അവേഴ്സ് ആണ്, അതായത് നമ്മൾ ഒരു മണിക്കൂർ എന്ന് പറയുന്ന അവേഴ്സ് ആണ്. പ്ലൂരൽ ആണെങ്കിൽ ദി സ്റ്റുണ്ടൻ ഒരുപാട് അവേഴ്സ്, ദി സ്റ്റുണ്ടൻ എന്ന് പറഞ്ഞാൽ ഒരു അവർ. ഐനെ സ്റ്റുണ്ടെ ഹാറ്റ് സെക്സിഷ് മിനൂട്ടൻ, ഒരു അവറിൽ, ഐനെ സ്റ്റുണ്ടെ ഒരു അവറിൽ സെക്സിഷ് 60 മിനിറ്റ്സ് ആണ് ഉള്ളത്. ദി മിനൂട്ടെ അല്ലെങ്കിൽ ദി മിനൂട്ടൻ എന്നാണ്. ദി മിനൂട്ടെ എന്ന് പറഞ്ഞാൽ മിനിറ്റാണ്, മിനൂട്ടൻ പ്ലൂരലാണ്. ഐനെ മിനൂട്ടെ ഹാറ്റ് സെക്സിഷ് സെക്കുണ്ടൻ, ഒരു മിനിറ്റിൽ 60 സെക്കൻഡുകളാണ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതേ ഉള്ളൂ, നമ്മൾ ടൈം പറയുന്നതിലേക്ക് എത്തുന്നേ ഉള്ളൂ. ഇങ്ങനെയാണ് ടൈം പറയാന്നുള്ളത്. ദി സെക്കുണ്ടെ അല്ലെങ്കിൽ ദി സെക്കുണ്ടൻ, ദി സെക്കുണ്ടൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സ്, ദി സെക്കൻഡ് ഒരു സെക്കൻഡ്, ദി സെക്കുണ്ടെ, ദി സെക്കുണ്ടൻ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ സെക്കൻഡ്സ്. അപ്പോൾ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള വാക്കുകളാണ്. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് വാക്കുകൾ ഇതിലുണ്ടാവും, നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതിലറിയാത്ത വാക്കുകളൊക്കെ പഠിക്കാം. സൈറ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ്, ഉവർ എന്ന് പറഞ്ഞാൽ ക്ലോക്കാണ്, സ്റ്റുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു അവറാണ്, വോഹ എന്ന് പറഞ്ഞാൽ വീക്കാണ്. അതൊക്കെ നോക്കി വെക്കുക. ഇനി നമ്മൾ മെയിൻ ടോപ്പിക്കിലേക്ക് വരികയാണ്. ടൈം എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതിൽ അത് 2 ഭാഗമായിട്ട് അതിനെ തിരിക്കണം. ഒന്ന് ഇൻഒഫീഷ്യലൈസ് ആയിട്ടും മറ്റൊന്ന് ഒഫീഷ്യലൈസ് ആയിട്ടും. അതായത് ഒഫീഷ്യൽ ടൈമും അൺഒഫീഷ്യൽ ടൈമും. നമുക്കിവിടെ റെയിൽവേ ടൈം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് പറയുന്നത്, നോർമൽ ടൈമിലേക്കാണ്. അതേപോലെ തന്നെ അവിടെയും ഒഫീഷ്യൽ ടൈമും അൺഒഫീഷ്യൽ ടൈമും ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. ആദ്യം ഒരാൾ ടൈം ചോദിക്കുക എങ്ങനെയായിരിക്കും? വി സ്പേറ്റ് ഈസ്റ്റ് എസ് എന്നാണ് ചോദിക്കുക. നിങ്ങളോടും അങ്ങനെയാണ് ഒരാൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അന്ന് ആ ടൈമാണ് പറയുന്നത്. വി സ്പേറ്റ് ഈസ്റ്റ് എസ് എന്ന് പറഞ്ഞാൽ വാട്ട് ടൈം ഈസ് ഇറ്റ് എന്നാണ് പറയുന്നത്, ഇപ്പോൾ എന്ത് സമയമായി എന്നാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, നല്ല രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ വി ഫീൽ യുവർ ഈസ്റ്റ് എസ് എന്നും ചോദിക്കാം. വി സ്പേറ്റ് ഈസ്റ്റ് എസ് എന്നാണ് കോമൺ ആയിട്ട് ചോദിക്കാനും നിങ്ങൾ കേൾക്കാനും സാധ്യത. ഓക്കെ, ഇനി അങ്ങനെ ഒരാൾ ചോദിച്ചു, നമുക്ക് ഏതൊക്കെ ടൈം, നമ്മൾ എങ്ങനെയൊക്കെ ടൈം പറയാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ 1 മണി എന്നെങ്ങനെ പറയുമെന്ന് നോക്കാം. 1 മണി എന്നുള്ളത് എസ് ഈസ്റ്റ് ഐൻ ഉവർ എന്നാണ് പറയുക. നമ്മൾ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്, ഐൻ, സ്വൈ, ഡ്രൈ, ഫിയർ, ഫ്യൂൻഫ് എന്നൊക്കെ. അത് നമുക്കൊരു 12 വരെ അറിയാമെങ്കിൽ, 24 വരെ അറിയാമെങ്കിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ടൈമൊക്കെ പറയാനും പഠിക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. 1 മണിക്ക് എസ് ഈസ്റ്റ് ഐൻ ഉവർ എന്നാണ് പറയുന്നത്. 2 മണിക്ക് എസ് ഈസ്റ്റ് സ്വൈ ഉവർ എന്നാണ് പറയുന്നത്. 2 മണി 2 ആണല്ലോ, അപ്പോൾ 2 സ്വൈ ഉവർ. അപ്പോൾ 3 മണിയാണ് എന്തായിരിക്കും? എസ് ഈസ്റ്റ് ഡ്രൈ ഉവർ, എസ് ഈസ്റ്റ് ഫിയർ ഉവർ, എസ് ഈസ്റ്റ് ഫ്യൂൻഫ് ഉവർ, എസ് ഈസ്റ്റ് സെക്സ് ഉവർ. 6 മണിയാകുമ്പോൾ എസ് ഈസ്റ്റ് സെക്സ് ഉവർ ആവും. അങ്ങനെയാണ് വരിക. എസ് ഈസ്റ്റ് സേൻ ഉവർ 10 മണിയാകുമ്പോൾ എസ് ഈസ്റ്റ് സേൻ ഉവർ. 12 മണിയാകുമ്പോൾ എസ് ഈസ്റ്റ് സ്വൽഫ് ഉവർ. 15 ആണെങ്കിൽ എസ് ഈസ്റ്റ് ഫ്യൂൻഫ് സേൻ ഉവർ. ഇത് റെയിൽവേ ടൈമാണ്, 24 അവർ ക്ലോക്കാണ് കേട്ടോ പറയുന്നത്. എസ് ഈസ്റ്റ് സ്വാൻസിഷ് ഉവർ, എസ് ഈസ്റ്റ് ഡ്രൈ ഉൺ സ്വാൻസിഷ് ഉവർ. ഇനി 24 ആകുമ്പോഴോ, നമ്മൾ നോർമലി 24 ആകുമ്പോൾ 23:59 കഴിഞ്ഞ് 23:59 കഴിഞ്ഞിട്ടുള്ള മിനിറ്റിലേക്ക് എത്തുമ്പോൾ നോർമലി നമ്മൾ 24 അവർ ക്ലോക്കിൽ 0000 എന്നാണ് കാണിക്കുക അല്ലേ. അതിന് പറയുന്നത് എസ് ഈസ്റ്റ് നുൾ ഉവർ എന്നാണ്. ഓക്കെ, രാത്രി 12 മണിയാണെങ്കിൽ ഒഫീഷ്യൽ ടൈമിൽ എസ് ഈസ്റ്റ് നുൾ ഉവർ ആണ്. ഓക്കെ, നമ്മളിവിടെ 12 AM എന്ന് പറയുന്നത് റെയിൽവേ ടൈമിൽ 0 ആണ് ഇല്ലേ. അതേമാതിരി തന്നെ ഇവിടെ നുൾ ഉവർ ആണ്. ഇത്രയും ഭാഗം ക്ലിയർ ആണോ? ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പം നമ്മൾ ഇത്ര നേരം നോക്കിയത് അവറിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അല്ലേ. ജസ്റ്റ് 20, 15, 12 അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മിനിറ്റ്സിൽ അവിടെ എവിടെയും ഒന്നും വന്നിട്ടില്ല. ഇനി മിനിറ്റ്സ് വരികയാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് നോക്കാം. 1:05 എങ്ങനെയാണ് പറയുക? എസ് ഈസ്റ്റ് ഐൻ ഉവർ ഫ്യൂൻഫ് എന്നാണ് പറയുക. അതായത് നമ്മൾ നമ്പേഴ്സൊക്കെ പറയുമ്പോൾ നമ്മൾ 23 എന്ന് പറയുന്നത് ഡ്രൈ ഉൺ സ്വാൻസിഷ് നമ്പർ പഠിച്ചു. ആദ്യം വൺസിലുള്ള പറഞ്ഞിട്ട് പിന്നെ ടെൻസിലുള്ള പറയാമെന്നുള്ളത്. എന്നാൽ ടൈം പറയുമ്പോൾ ഒഫീഷ്യൽ ടൈമിൽ ആദ്യം പറയേണ്ടത് അവറാണ്. എസ് ഈസ്റ്റ് ഐൻ ഉവർ, 1 മണിയായി, എത്ര മിനിറ്റ് ആയി എന്ന് പിന്നെ പറയാം ഫ്യൂൻഫ്. 1:10 ആണെങ്കിലോ എസ് ഈസ്റ്റ്
ഐൻ ഉവർ സെയിൻ എന്ന് വരും. 15 ആണെങ്കിലോ എസ് ഈസ്റ്റ് ഐൻ ഉവർ ഫ്യൂൻഫ് സെയിൻ 15. 1:20 ആണെങ്കിലോ 1:20 അപ്പോൾ ഒന്നൊന്ന് ആദ്യം പറയണം. എസ് ഈസ്റ്റ് ഐൻ ഉവർ സ്വാൻസിഷ് 20 സ്വാൻസിഷ്. 25 ആണെങ്കിലോ എസ് ഈസ്റ്റ് ഐൻ ഉവർ ഫ്യൂൻ ഫുണ്ട് സ്വാൻസിഷ്. അങ്ങനെയാണ് പറയുക. അതായത് മിനിറ്റ്സ് രണ്ടാമതാണ് പറയുക, അവസാനമാണ് പറയുക. ആദ്യം നമ്മൾ അവർ, ഇപ്പോൾ 2:25 ആണെങ്കിൽ എസ് ഈസ് വൈ ഉവർ ഫ്യൂൻ ഫുണ്ട് സ്വാൻസിഷ് എന്ന് വരും. 25 എന്നുള്ളത് പിന്നീടാണ് പറയുക. ആദ്യം മണിക്കൂർ എത്രയാണെന്ന് പറയാം, പിന്നീട് മിനിറ്റ്സ് പറയാം. മിനിറ്റ്സ് നമ്മൾ നോർമൽ നമ്പേഴ്സ് പറയുന്ന പോലെ അങ്ങ് പറഞ്ഞാൽ മതി. 15 ആണ് ഫ്യൂൻസെയിൻ, 20 ആണ് സ്വാൻസിഷ്, 21 ഐനുൻ സ്വാൻസിഷ്. എങ്ങനെയാണ് നമ്പേഴ്സ് പഠിച്ചത് അതേപോലെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി 1:30 ആണെങ്കിൽ എസ് ഈസ്റ്റ് ഐൻ ഉവർ ഡ്രൈ സിഷ് 30 ഡ്രൈ സിഷ് ആണ്. 35 ആണെങ്കിൽ എസ് ഈസ്റ്റ് ഐൻ ഉവർ ഫ്യൂൻ ഫുൺ ഡ്രൈ സിഷ്. 1:40 ആണെങ്കിൽ എസ് ഈസ്റ്റ് ഐൻ ഉവർ ഫിയർ ഫിഷ്. അങ്ങനെ പോകും. നമ്മൾ നോർമൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ പറയും. ഈസിയാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എസ് ഈസ്റ്റ് 1:45 ആണെങ്കിൽ എസ് ഈസ്റ്റ് ഐൻ ഉവർ ഫ്യൂൻ ഫുണ്ട് ഫിയർ ഫിഷ് 45 ആണ്. അപ്പോൾ ഫ്യൂൻ ഫുണ്ട് ഫിയർ ഫിഷ് ആണ് 40. ആദ്യം 5 പറയണല്ലേ. ഫ്യൂൻ ഫുണ്ട് ഫിയർ ഫിഷ്. 1:50 ആണെങ്കിൽ എസ് ഈസ്റ്റ് ഐൻ ഉവർ ഫ്യൂൻ ഫിഷ് 1:50. 1:55 ആണെങ്കിൽ എസ് ഈസ്റ്റ് ഐൻ ഉവർ ഫ്യൂൻ ഫുണ്ട് ഫ്യൂൻ ഫിഷ് 55. 2 മണിയാണെങ്കിൽ എസ് ഈസ് വൈ ഉവർ. ഓക്കെ. ഇനി 13:15 ആണെങ്കിലോ എസ് ഈസ്റ്റ് ഡ്രൈ സെയിൻ ഉവർ. ആദ്യം ഉവർ പറയാം. 13 മണിയായി. അപ്പോൾ എസ് ഈസ്റ്റ് ഡ്രൈ സെയിൻ ഉവർ ഫ്യൂൻ സെയിൻ. എസ് ഈസ്റ്റ് ഡ്രൈ സെയിൻ ഉവർ ഫ്യൂൻ സെയിൻ. 15:30 ആണെങ്കിലോ ഇതൊന്ന് ട്രൈ ചെയ്തേ. അപ്പോൾ 15:30 ആണെങ്കിൽ എസ് ഈസ്റ്റ് ഫ്യൂൻ സെയിൻ ഉവർ ഡ്രൈ സിഷ് എന്ന് പറയാം. അടുത്ത നോക്കാം. 17:42. ഇത് നിങ്ങൾ പഠിച്ചിട്ട് ഇത് ഉണ്ടോയെന്ന് അറിയില്ല. സ്വൈ ഉണ്ട് ഫിയർ സിഷ് 42 ആണ് വരിക. എസ് ഈസ്റ്റ് സീബ് സെയിൻ ഉവർ 17 സീബ് സെയിൻ ആണ്. എസ് ഈസ്റ്റ് സീബ് സെയിൻ ഉവർ സ്വൈ ഉണ്ട് ഫിയർ സിഷ്. സിമ്പിളാണ്. വൺസ് പൊസിഷനിൽ ആദ്യം പറയാം, എന്നിട്ട് ടെൻസ് പൊസിഷനിലാണ്. 42 എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് വരിക. ആദ്യം 2 എന്ന് പറയുക. സ്വൈ ഉണ്ട് ഫിയർ സിഷ്. ഓക്കെ. ആദ്യം അവർ പറയാം, പിന്നെ മിനിറ്റാണ് പറയേണ്ടത്. മിനിറ്റ് ജസ്റ്റ് നമ്പർ 42 എങ്ങനെയാണോ വായിക്കുക അതേപോലെ വായിച്ചാൽ മതി. ഇനി ചെറിയൊരു യൂബുങ് ആണ്, അഥവാ എക്സസൈസ്. എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വി സ്പേസ്ഡ് ഈസ് ടെസ്റ്റ്. വി സ്പേറ്റ് ഈസ് ടെസ്റ്റ്. അതായത് നിങ്ങളോട് സമയം ചോദിക്കുകയാണ്. വി സ്പേറ്റ് ഈസ് ടെസ്റ്റ്. വാട്ട് ടൈം ഈസ് സെറ്റ്. അപ്പോൾ ഇത് എത്രയാണ് ടൈം എന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും? എസ് ഈസ്റ്റ് സ്വാൻസിഷ് ഉവർ ഫ്യൂൻ ഫുണ്ട് ഫിയർ സിഷ്. അടുത്തൊന്ന് ട്രൈ ചെയ്തേ. ജസ്റ്റ് ആൻസർ ഒന്ന് പറഞ്ഞു വെക്കാം. നിങ്ങൾ ക്ലാസ് നോക്കുമ്പോൾ മനസ്സിലാവും. എസ് ഈസ്റ്റ് എൽഫ് ഉവർ സീബൻ ഉണ്ട് ഫ്യൂൻ സിഷ് എന്നാണ് 11:57 വരിക. അടുത്ത നോക്കിക്കേ. 22:28. സോ 10:28 or 22:28 is es ist 22 or 28. So that is how you say offizielle Zeit.